ഏപ്രിൽ 3-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ലോകസഭയിൽ വഖഫ് ബില്ല് വലിയൊരു ഡിബേറ്റിന് ശേഷം പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു വഖഫ് ബില്ലിനെ കുറിച്ച് വളരെ മുന്നേ തന്നെ ഇതിന്റെ ഡ്രാഫ്റ്റ് ബില്ല് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ലോകസഭയിൽ പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലോകസഭ ഈ ഒരു വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സാക്കി എന്നുള്ളതാണ്. വലിയ ഡിബേറ്റിന് ശേഷമാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ബില്ലിന്റെ ഒഫീഷ്യൽ പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ബിൽ എന്നുള്ളതാണ്. ഉമീദ് എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതൊരു റിലീജിയസ് കമ്മിറ്റി, കാരണം പലപ്പോഴും ഇത് ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ അധികാരങ്ങൾക്ക് മേലെയുള്ള അല്ലെങ്കിൽ അവരുടെ മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ പറയുന്നതായിട്ടുള്ളത്. പക്ഷേ ഇത് മുസ്ലിം റിലീജിയസ് പ്രാക്ടീസസിന് മേലെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടോ അതിലുള്ള ഒരു ഇടപെടലോ ആയിട്ടോ ഒന്നും അല്ല ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബില്ല് 288 വോട്ടുകൾ അനുകൂലമായിട്ടും 232 വോട്ടുകൾ എഗെയിൻസ്റ്റ് ആയിട്ടും പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിൾ മെജോറിറ്റിയിൽ സാധാരണ ബില്ലുകൾ പാസ്സാവുക സിമ്പിൾ മെജോറിറ്റിയിലാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷമുള്ള ആൾക്കാരിൽ 288 ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു അമെൻമെന്റുകൾ പാസ്സായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ ഇതിലെ കീ പ്രൊവിഷൻസ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഈ വഖഫ് പ്രോപ്പർട്ടീസ് മാനേജേഴ്സിനെയാണ് മുത്താവാലി എന്ന് വിളിക്കുന്നത്. ഈ മാനേജേഴ്സ് ആയിട്ട് ഈ ഒരു ഡോണേഴ്സ് അല്ലെങ്കിൽ വഖഫ് ആയിട്ട് മുസ്ലിംസിന് മാത്രമേ പറ്റുള്ളൂ. അതായത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രമേ മാനേജർ ആവാൻ വേണ്ടിയിട്ട് മുത്താവാലി ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഖഫ് ബോർഡ് ഉണ്ട്. ഈ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റീസ്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലാത്ത ആൾക്കാർ കൂടി അംഗമാകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രൊവിഷനിലാണ്, അതായത് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം മതത്തിനുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടീന്റെ അഡ്മിനിസ്ട്രേഷനിൽ എന്തിനാണ് നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇടപെടലായിട്ട് വരുന്നത്. ഇത് ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്ന വിഷയമാണ് എന്നൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു ഒപ്പോസിഷൻ ഇതിനെ അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എയ്മീം ചീഫ് അസാദുദ്ദീൻ ഒവൈസി അദ്ദേഹം ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബില്ലിന്റെ കോപ്പി കീറുകയും കത്തിച്ചു കളയും കീറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ടിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർക്കുക. മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺ റിജ്ജു പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പ്രോപ്പർട്ടി മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്, അല്ലാതെ മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് വിഷയമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ലോ പ്രകാരം എല്ലാ ആൾക്കാർക്കും വഖഫ് ആയിട്ട് ഭൂമി ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം 5 വർഷമെങ്കിലും ഈ ഒരു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ്, ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് വഖഫ് പ്രോപ്പർട്ടീസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2013 വഖഫ് ലോയെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഹോം മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുവെക്കുന്നതിന് അന്നത്തെ ഗവൺമെന്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ കാരണം വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടാണ് നിയമം ഉണ്ടാക്കിയത് എന്നുള്ള ക്രിറ്റിസിസവും വന്നിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നത് തന്നെ. അടുത്തൊരു വാർത്ത, മാർച്ചിൽ നമ്മുടെ രാജ്യത്തെ ഫാക്ടറി ഔട്ട്പുട്ട് 8 മന്ത് ഹൈയിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നിങ്ങൾക്ക് ഈ ഒരു 8 മന്ത് ഹൈ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇത് നോക്കി കാണാൻ വേണ്ടി പറ്റും. ഇത് കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു കൂടുന്നു, പക്ഷേ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി മെച്ചപ്പെടുന്നു, രാജ്യത്തിന്റെ ഉൽപാദനം മെച്ചപ്പെടുന്നു എന്നാണ് ഇത് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ മാനുഫാക്ചറിങ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, അത് പർച്ചേസിംഗ് മാനേജേഴ്സിന് നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ്, പ്രൈവറ്റ് ഏജൻസീസ് തയ്യാറാക്കുന്നതാണ്. അത് കഴിഞ്ഞ 8 മാസത്തെ ഹൈ, അതായത് 58.1 എത്തി. ഫെബ്രുവരിയിൽ ഇത് 56.3 മാത്രമായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. ഇപ്പൊ PMI എബോവ് 50, 50 മേലെയുള്ള പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സിനെ കാണിക്കുന്നത് ഇത് എക്സ്പാൻഷൻ കാണിക്കുന്നത്, അതായത് കൂടുതൽ വർദ്ധിക്കുന്നു എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ 45 കോൺസിക്യൂട്ടീവ് മന്ത്സ് ആയിട്ടാണ് ഈ ഒരു ഗ്രോത്തിന്റെ ടെൻഡൻസി കാണിക്കുന്നത്. 50 മേലെയായിട്ട് 45 മാസമായി എന്നുള്ളതാണ്. ഈ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്ന പുതിയ ഓർഡേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ ഓർഡേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് പുതിയ പ്രൊക്യൂർമെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് ഇന്റർനാഷണൽ ഓർഡേഴ്സ് മെല്ലെ സ്ലൈറ്റ്ലി സ്ലോ ആയിട്ടുണ്ടെങ്കിൽ പോലും ഓവറോൾ ഡിമാൻഡ്, രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ഡിമാൻഡ് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ കമ്പനികൾ അവരുടെ ഇൻവെന്ററീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ ഫിനിഷ്ഡ് ഗുഡ്സിനെ മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ബിസിനസ്സുകളെല്ലാം തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഈ ഒരു വർഷം അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാം, 30% ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നൊക്കെയാണ് കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസും പ്രൊഡക്ഷനും വർദ്ധിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള കസ്റ്റമർ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് വരുന്നത്. കൂടുതൽ എക്സ്പോർട്ട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ എക്കണോമിക് ഗ്രോത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള
ഫാക്ടേഴ്സ് ആണ് കഴിഞ്ഞ 2 മാസത്തെ കമ്പയർ ചെയ്യുന്നതിനുള്ളത്. അതേസമയത്ത് കപ്പാസിറ്റി പ്രഷേഴ്സ് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും റിക്രൂട്ട്മെന്റ് സ്ലോ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് ഇൻപുട്ട് ഐറ്റങ്ങൾ റോ മെറ്റീരിയൽസിനെയും മറ്റുമൊക്കെ പ്രൈസ് വർദ്ധിക്കുന്നതും ഒരു കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ലോങ് ടേം ആവറേജസിന്റെ താഴെയായിട്ട് തന്നെയാണ് ഈ ഒരു പ്രൈസുകൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ PMI എന്ന് പറയുന്നത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റീവ് മെഷേഴ്സ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. പക്ഷേ ഇതിന്റെ ഒരു ആക്ച്വൽ ഒഫീഷ്യൽ മെഷർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇത് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന ഐഡിയ അതെങ്ങനെയാണ് ലോകത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണ് റെസിപ്രോക്കൽ ട്രേഡ് പ്രാക്ടീസസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നോൺ റെസിപ്രോക്കൽ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് യുഎസിന്റെ വാദം വെച്ചാൽ യുഎസിലേക്ക് പല പ്രൊഡക്റ്റുകളും ഇറക്കുമതി ചെയ്യുമ്പോൾ 2%, 5% ഒക്കെയാണ് ഇറക്കുമതി നികുതി എങ്കിൽ അതേ യുഎസിന്റെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ 25%, 30% ഒക്കെയാണ്. അപ്പൊ ഇത് പറ്റില്ല. അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യ 25-30% ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നുണ്ടെങ്കിൽ തിരിച്ച് അമേരിക്കയും ഇതുപോലെ ചുമത്തും എന്നുള്ളതാണ് അമേരിക്കയുടെ വാദമായിട്ടുള്ളത്. അപ്പൊ ഇത് മറ്റ് രാജ്യങ്ങൾ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ യുഎസും അവരുടെ രാജ്യത്തേക്ക് വരുന്ന ഇമ്പോർട്ടിന്റെ മേലെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നതിനെയാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് പല ട്രേഡ് ബാരിയേഴ്സ് ഉണ്ട്, അതായത് താരിഫുകൾ, പ്രത്യേകിച്ച് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ടാക്സസുകൾ, നോൺ താരിഫ് ബാരിയേഴ്സ്, കറൻസി മാനിപ്പുലേഷൻ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി പറ്റും എന്നുള്ളതാണ് ട്രംപ് കരുതുന്നതായിട്ടുള്ളത്. അപ്പൊ 2010 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുഎസിന്റെ മൊത്തം ലോകത്തിന്റെ എക്സ്പോർട്ടിന്റെ 12% പോയിട്ടുള്ളത് യുഎസിലേക്കാണ്. അത് 2022 ആകുമ്പോഴത്തേക്ക് 13.4%, അതായത് 1.4% ഒരു വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കാനഡ, മെക്സിക്കോ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു മേജർ എക്സ്പോർട്ട് മാർക്കറ്റ് യുഎസ് ആണ്. കാനഡയുടെ 75% എക്സ്പോർട്ട് പോകുന്നത് യുഎസിലേക്കാണ്, മെക്സിക്കോയുടേതാണ്. പക്ഷേ ഇന്ത്യ, ചൈന, മറ്റ് ആഫ്രിക്കൻ കൺട്രീസിനും ഇത് കുറവാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ടോട്ടലുള്ള 160 രാജ്യങ്ങളിൽ 81 രാജ്യങ്ങൾക്കും 5% താഴെ എക്സ്പോർട്ട് മാത്രമാണ് യുഎസിലേക്ക് പോകുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ യുഎസ് ഇപ്പൊ താരിഫ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ യുഎസിന്റെ മേലെ ചുമത്തുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിലാണ്. ഉദാഹരണത്തിന് കാനഡ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, UK തുടങ്ങിയിട്ടുള്ളവ യുഎസിന്റെ മേജർ ട്രേഡ് പാർട്ട്നേഴ്സ് ആണ്. അവര് സാധാരണ യുഎസിന്റെ പ്രൊഡക്റ്റുകൾക്ക് മേലെ ചെറിയ താരിഫാണ് ചുമത്തുന്നതെങ്കിൽ പോലും റെസിപ്രോക്കൽ താരിഫുകൾ ഉയർന്നു വരുന്നു എന്നുള്ളത് ഈ ഒരു പ്രോസസ്സ് ഒരു ലെസ് ഇഫക്റ്റീവ് ആക്കി മാറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 130 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജസ് ഫീൽ ചെയ്യുക. കാരണം ഈ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും, അതായത് 5% താഴെയാണ് എക്സ്പോർട്ട് വരുന്നത്, 57-ലധികം അതായത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും 5% താഴെയാണ് യുഎസിലേക്കുള്ള ടോട്ടൽ എക്സ്പോർട്ടിന്റെ 5% താഴെയാണ് യുഎസിലേക്കുള്ള എക്സ്പോർട്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ട്രംപ് കൊണ്ടുവന്ന റെസിപ്രോക്കൽ താരിഫ് യുഎസിന്റെ തന്നെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകൾക്ക് ഹാമായി മാറും എന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. കാരണം യുഎസ് ഒരു കീ എക്സ്പോർട്ട് നാഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും യുഎസ് എന്നുള്ള പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ചും രാജ്യങ്ങൾ മറ്റ് ഈ ഒരു മാർക്കറ്റുകളെ, മറ്റ് സ്ഥലങ്ങളിൽ യുഎസിന്റെ താരിഫ് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാർക്കറ്റുകളെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ യുഎസിന്റെ മാർക്കറ്റ് ഷെയർ കുറയാൻ കാരണമാകും എന്നതാണ്. അതായത് ഈ ഒരു പോളിസി യുഎസിനെ ബാക്ക്ഫയർ ചെയ്യാനാണ് സാധ്യത. അതായത് സ്വയം ഉണ്ടാക്കിയ ഒരു മുറിവായിട്ട് ഇത് യുഎസ് ഇൻഡസ്ട്രീസിന് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ പല രാജ്യങ്ങളും റിട്ടാലിയേറ്ററി താരിഫുകൾ കൊണ്ടുവരാനാണ് സാധ്യത. അതിനു പകരം, അതായത് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുക. അതുവഴി ചിലപ്പോൾ ഇതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. അതായത് അമേരിക്കയുമായിട്ട് ചർച്ചകൾ നടത്തി ഈ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഡിജിറ്റൽ സർവീസസ് ട്രേഡും മറ്റുമൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ആയിട്ടുള്ള ബോട്ടിൽ നെക്കുകൾ ഈ ഒരു എക്സ്പോർട്ടുകളെ ബൂസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമാവുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ഇടപെടലുകൾ കൃത്യമായിട്ട് നടത്തിയാണെങ്കിൽ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം മ്യാൻമാറിൽ എർത്ത് ക്വാക്ക് ഉണ്ടായ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എർത്ത് ക്വാക്കിന്റെ കാരണം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എർത്ത് ക്വാക്ക് ആണ് മ്യാൻമാറിൽ ഉണ്ടായിട്ടുള്ളത്. 7.7 ആണ് റിച്ചർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മ്യാൻമാറിലെ മണ്ഡലയിൽ
എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് മണ്ഡലയിൽ നിന്നും 20 കിലോമീറ്റർ താഴ്ചയിലുള്ള സഗെയിൻ ഫോൾട്ടിലാണ് ഇതിന്റെ എപ്പി സെന്റർ ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുന്നത്. ഇതൊരു ഹൈ സീസ്മിക് സോൺ ആണ്. സഗെയിൻ ഫോൾട്ട് ഓർത്തു വെക്കാം. അതിനുശേഷം ആഫ്റ്റർ ഷോക്കുകൾ ഉണ്ടായിരുന്നു. അത് 6.4 മാഗ്നിറ്റ്യൂഡ് ഉള്ള എർത്ത് ക്വാക്കുകൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു എർത്ത് ക്വാക്കുകൾ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്ത് ക്വാക്കുകൾ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷന് കാരണമാവുന്ന ഒരു വലിയ ദുരന്തം തന്നെയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെടുകയും അവരുടെ വീടുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. US ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം ഈ ഒരു എർത്ത് ക്വാക്കിൽ 10,000-ഓളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവാനാണ് സാധ്യതയായിട്ടുള്ളത്. ഇത് ബാങ്കോക്ക് തായ്ലൻഡ് മുതൽ, അതായത് 1000 കിലോ, ഈ എർത്ത് ക്വാക്കിന്റെ പ്രഭവ കേന്ദ്രത്തിന് 1000 കിലോമീറ്റർ ദൂരെ വരെയുള്ള ബാങ്കോക്കിലും തായ്ലൻഡിലും ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു എർത്ത് ക്വാക്കിന്റെ പ്രഭാവം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മണ്ഡല എന്ന് പറയുന്ന സ്ഥലത്താണ് ഹാർഡസ്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുള്ളത്. വലിയ ഡാമേജ്, ബിൽഡിങ്ങുകളും പഗോഡാസും മോസ്കുകളും ബ്രിഡ്ജസും എല്ലാം തകർന്ന അവസ്ഥയാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. ഈ ഒരു സൗത്തേൺ ഏരിയാസ് ഓഫ് സഗെയിൻ ഫോൾട്ട്, അവിടെയാണ് കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ഇത് ഈ ഒരു സീസ്മിക് വേവുകളെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് അപകടം കൂടാൻ കാരണം എന്നാണ് പറയുന്നത്. ചൈനയുടെ യുവാൻ പ്രൊവിൻസിലും ഈ ഒരു ചൈനയുടെ യുവാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൾട്ടിന്റെ നോർത്തേൺ ഏരിയ ആയിട്ടാണ്, അവിടെ അൺഎഫക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സഗൈൻ ഫോൾട്ടിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗത്ത് ഏഷ്യയിൽ പ്രത്യേകിച്ച് മ്യാൻമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ടോണിക് ആക്ടിവിറ്റി ഉണ്ടാവുന്ന, എർത്ത് ക്വാക്ക് ഉണ്ടാവുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പ്രദേശം എന്നുള്ളതാണ്. ഈ ഒരു കൊളീഷൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യൻ പ്ലേറ്റ് പോയിട്ട് യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഹിമാലയാസും മറ്റും രൂപപ്പെട്ടത്. ഈ ഒരു പ്രദേശമെല്ലാം തന്നെ സീസ്മിക് സോണുകളാണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് 2004 ഇന്ത്യൻ ഓഷ്യനിൽ വലിയൊരു എർത്ത് ക്വാക്ക് ഉണ്ടാവുകയും 9.2 എർത്ത് ക്വാക്ക് ഉണ്ടാവുകയും സുനാമി രൂപപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എർത്ത് ക്വാക്കുകൾ പ്രത്യേകിച്ചും വാരിയിങ് ഡെപ്തുകളിൽ, പ്രധാനമായിട്ടും ഷാലോ ടു ഡീപ്പ് ആയിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത് വളരെ അലാമിംഗ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ജിയോഗ്രഫിക്കൽ ആസ്പെക്ട്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ സഗൈൻ ഫോൾട്ട്, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ സഗൈൻ ഫോൾട്ട് എന്ന് പറയുന്നത് സെൻട്രൽ മ്യാൻമാറിന്റെ ലോലാൻഡും ഇൻഡോ ബർമൻ മലനിരകളും തമ്മിലുള്ള ഒരു ബൗണ്ടറി ആയിട്ട് വരുന്ന പ്രദേശമാണ് ഈ ഒരു സഗൈൻ ഫോൾട്ട് എന്ന് പറയുന്ന പ്രദേശം. നമ്മൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഈ ഒരു സഗൈൻ ഫോൾട്ട് എന്ന് പറയുന്ന പ്രദേശം. ഏകദേശം 1500 കിലോമീറ്റർ ഉള്ളതാണ്. ഇതിന്റെ 50 മുതൽ 55% റീജിയനിലും ടെക്ടോണിക് പ്ലേറ്റ് മോഷൻസ് ഉണ്ട്. അടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രൈക്ക് സ്ലിപ്പ് മൂവ്മെന്റുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിന്റെ സ്ലിപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 15 to 25 mm ആണ്. അപ്പോൾ അക്യുമുലേറ്റഡ് സ്ലിപ്പേജ് എന്ന് വെച്ചാൽ 100 മുതൽ 700 കിലോമീറ്റർ വരെയൊക്കെ സ്ലിപ്പേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എർത്ത് ക്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവാറുണ്ട്, ഷാലോ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 മുതൽ 15 കിലോമീറ്റർ താഴെയൊക്കെ ആയിട്ടാണ് എർത്ത് ക്വാക്കുകൾ ഉണ്ടാവുന്നതായിട്ടുള്ളത്. ഈ ഒരു സഗൈൻ ഫോൾട്ടിന്റെ ടോട്ടൽ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 കിലോമീറ്റർ ആണ്. ആൻഡമാൻ സീ മുതൽ ഈസ്റ്റേൺ ഹിമാലയാസ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എർത്ത് ക്വാക്കുകൾ നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണെന്ന് ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ട് തന്നെ എർത്ത് ക്വാക്കുകൾ ഉണ്ട്, സീസ്മിക് ആക്ടിവിറ്റി ഉണ്ട് സഗൈൻ ഫോൾട്ടിൽ. 2025 ഇപ്പൊ നടന്നിട്ടുള്ള എർത്ത് ക്വാക്കുകൾ കുറച്ചുകൂടി എർത്ത് ക്വാക്ക് പ്രിപ്പയർനെസ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവേണ്ട ആവശ്യകതയാണ് കാണിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യയും സമീപ പ്രദേശത്ത് തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ സിസ്മിക് സോണുകളെ സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്ത് സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരിക, പ്രത്യേകിച്ചും ഫ്യൂച്ചർ എർത്ത് ക്വാക്കുകളെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടയുന്നതിന്റെ ഇമ്പാക്റ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ശിവജി മഹാരാജ് അദ്ദേഹം മരണപ്പെട്ടതിന്റെ വാർഷികം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലുണ്ടായിരുന്നു. ഇവിടെയും ശിവജി മഹാരാജുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. പ്രത്യേകിച്ചും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റൂളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീഫ് ആയിട്ട് നോക്കാം. അപ്പോൾ ശിവജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീജിയസ് ഹാർമണി, അതായത് മതസൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു നേതാവായിരുന്നു, രാജാവായിരുന്നു എന്നാണ്. ഹിന്ദുസും അതുപോലെ തന്നെ മുസ്ലിംസിനെയും ഒക്കെ ഒരുപോലെ ചേർത്ത് നിന്നതാണ്. അപ്പോൾ ഹിന്ദു പ്രത്യേകിച്ചും ലാർജ് ഗിഫ്റ്റുകളും മറ്റുമൊക്കെ ടെമ്പിൾസിനും പ്രീസിനും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളെ എതിർക്കുകയൊന്നും ചെയ്തിട്ടുണ്ടല്ല. അദ്ദേഹം മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഉദാഹരണത്തിന് ഇസ്ലാം മതത്തിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസികളുമായിട്ട് വളരെ ടോളറേറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സോൾജിയേഴ്സിനോട് മോസ്കുകളെ തകർക്കരുത്, ഖുറാനെയോ സ്ത്രീകളോടോ മോശമായിട്ട് പെരുമാറുന്നതുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് ഓർത്ത് നോക്കുക. കാഫി ഖാന്റെ മുന്തക്കഫു വൺ ലുബാബ് എന്ന് പറയുന്ന ബുക്കില് ശിവാജിയുടെ റൂളിനെ കുറിച്ചും അദ്ദേഹം മോസ്കുകളെയും ഖുറാനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എടുത്ത എഫേർട്ടുകളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെയും ഒക്കെ സംരക്ഷണം, ഡിസ്ട്രസ് സാഹചര്യങ്ങളിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഘുനാഥ് പണ്ഡിത് റാവു അദ്ദേഹം ഫ്രീഡം ഓഫ് റിലീജിയൻ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതം ഫോളോ ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തുവെക്കുന്നതായിരുന്നു. പ്രത്യേകിച്ചും ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ഔറംഗസേബ് ജസിയ എന്ന് പറയുന്ന നോൺ മുസ്ലിംസിന്റെ മേലെയുള്ള ടാക്സ് 1679 റീ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുവെക്കുന്നതാണ്. അതായത് ആൾക്കാരുടെ അനുമതി താല്പര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനെതിരെ ശക്തമായിട്ട് ഓപ്പോസ് ചെയ്ത ഒരാളാണ് ശിവജി എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹിന്ദുയിസം ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഡിവൈൻ ആയിട്ടുള്ള ക്രിയേഷൻസ് ആണ്, അതിനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ശിവജിയുടെ ആശയങ്ങൾ ഉണ്ടായിരുന്നത്. ഔറംഗസീബിന്റെ ഹാഷ് ആയിട്ടുള്ള ഈ ഒരു റൂളിനെ ശിവജി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെസൻസും മേർച്ചൻസും ഒക്കെ സഫർ ചെയ്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നികുതി പിരിക്കുന്നത് എന്ന് ശിവജി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുക. ട്രാവൽസ് ഇൻ മുഗൾ എംപയർ AD 1656 to 1668 ഫ്രാങ്കോയിസ് ബേർണിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ട്രാവലർ എഴുതിയ ബുക്കാണ്. അപ്പൊ അതിൽ ശിവജിയുടെ പ്രത്യേകിച്ചും അദ്ദേഹം ഈ ഒരു ക്യാമ്പയിൻസിനിടയ്ക്ക് നടത്തിയിട്ടുള്ള ആ ഒരു താല്പര്യങ്ങളും ഫോറിൻ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റീസിനോട് നടത്തിയിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ക്രിസ്ത്യൻ മതത്തിന്റെ ഭാഗമായിട്ട് മിഷണറീസും ചാരിറ്റബിൾ ഇൻഡിവിജ്വൽസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ്, റെസ്പെക്റ്റോട് കൂടിയാണ് ശിവജി ഇടപെടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ശിവജിയുടെ ആ ഒരു റിലീജിയസ് ടോളറൻസുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസും ഫ്രീഡം ഫൈറ്റേഴ്സും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, ബാലഗംഗാധർ തിലക് ആയിക്കോട്ടെ, ഡോക്ടർ അംബേദ്കർ ആയിക്കോട്ടെ, ഭഗത് സിംഗ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ നേടിയിട്ടുണ്ടായിരുന്നു. മഹാത്മാ ഫൂലേസിന്റെ ബല്ലാഡ്, ഛത്രപതി ശിവജി, രാജേ ഭോൽസെ യാഞ്ച പവോഡ എന്ന് പറയുന്ന ബല്ലാഡില് അദ്ദേഹം കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒപ്രഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം എടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മൾ സെൽഫ് റൂൾ എന്ന രീതിയിൽ സ്വരാജ്യം എന്ന ആശയം കൊണ്ടുവന്നത്, അത് ബാലഗംഗാധര തിലക് മുന്നോട്ട് വന്നത്, മഹാത്മാഗാന്ധി മുന്നോട്ട് വന്നത് ശിവജിയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കന്മാർക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഛത്രപതി ശിവജി മഹാരാജ എന്ന് ഓർത്തുക. അത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇന്ത്യയിലും മോഡേൺ ഇന്ത്യയിലും ഇന്നത്തെ കാലഘട്ടത്തിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഓർത്തു വെക്കുന്നത്. അപ്പൊ ശിവജിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ജസ്റ്റ് യുദ്ധങ്ങളും കലാപങ്ങളും മാത്രമല്ല, നീതിക്ക് വേണ്ടി, ഇക്വാലിറ്റിക്ക് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി നിലനിന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കറേജ്, വിസ്ഡം, അതുപോലെ തന്നെ ഡീപ് സെൻസ് ഓഫ് ഫെയർനെസ് എന്ന് പറയുന്നത് ഇന്നും ഈ ഒരു റെസിസ്റ്റൻസിനും റീഫോമിനും വേണ്ടിയിട്ടുള്ള ഒരു സിമ്പൽ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഒരു US വ്യക്തി, US പൗരൻ ഇന്ത്യയുടെ സെന്റിനെന്റൽ ഐലൻഡിലേക്ക് കടന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു സെന്റിനെന്റൽ ഐലൻഡ് എന്താണ്, അവിടെ പോയതിന് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. 24 വയസ്സുള്ള US നാഷണൽ ആണ് ഈ ഒരു ഇല്ലീഗലി നോർത്ത് സെന്റിനെന്റൽ ഐലൻഡിലേക്ക് പോകുന്നതിന് ഓർത്ത് വെക്കുക, പ്രൊഹിബിറ്റഡ് ട്രൈബൽ റിസർവ് ഏരിയ ആണ് നോർത്ത് സെന്റിനെന്റൽ ഐലൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും GPS നാവിഗേറ്ററും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇൻഫ്ലേറ്റബിൾ ബോട്ട് ഉപയോഗിച്ച് ഐലൻഡിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സെന്റിനൽസിന് ഓഫറിങ്സ് നൽകിക്കൊണ്ട് അവിടുത്തെ സാൻഡ് സാമ്പിൾസ് കളക്ട് ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതുകൂടാതെ അദ്ദേഹം അവിടുത്തെ ജരാവ എന്ന് പറയുന്ന ട്രൈബ്സിന്റെയും മറ്റുമൊക്കെ ഫൂട്ടേജസ് ബറാത്താങ് ഐലൻഡുകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്? അപ്പൊ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ളതാണ്. ആൻഡമാൻ ഐലൻഡിന്റെ ഭാഗമാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് എന്ന് പറയുന്നത്. ബേ ഓഫ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് ഓർത്തുക. ഇവിടെയുള്ള ആൾക്കാർ ഇൻഡിജിനിയസ് ട്രൈബിനെയാണ് സെന്റിനലീസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇവര് നമ്മുടെ മെയിൻലാൻഡുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഒന്നും ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പൊ അവർ വോളണ്ടറി ആയിട്ട് ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഈ ഒരു ഐസൊലേഷനിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതും കൂടി ഓർത്തു വെക്കുന്നതാണ്.
അപ്പോൾ ഈ ഒരു ഐലൻഡ് സൗത്ത് ആൻഡമാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആൻഡമാൻ നിക്കോബാർ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ നോർത്ത് സെന്റിനലീസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് അബോറിജിനൽ ട്രൈബ്സ് റെഗുലേഷൻ 1956 പ്രകാരം ഇവിടെ ഈ ഒരു ഐലൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 നോട്ടിക്കൽ മൈലിന് അകത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നത് കുറ്റകരമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഈ ഒരു മെയിൻലാൻഡ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള രോഗങ്ങളും വൈറസുകളും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ബിംസ്റ്റെക് സമ്മിറ്റ് ബാങ്കോക്കിൽ നടക്കാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ മോദിയും യുഎൻസും തമ്മിലുള്ള മീറ്റിംഗ് നടക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബിംസ്റ്റെക്കിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ബിംസ്റ്റെക്കിന്റെ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറൽ ആൻഡ് ടെക്നിക്കൽ എക്കണോമിക് കോപ്പറേഷൻ എന്നുള്ളതാണ്. ബേ ഓഫ് ബംഗാളിന്റെ പ്രദേശത്തുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് ആണ്. ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, ഇന്ത്യ ഉണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലൻഡ്, മ്യാൻമാർ ഉണ്ട്. അതിന്റെ 6th സമ്മിറ്റ് ആണ് ബാങ്കോക്കിൽ തായ്ലൻഡിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. എ പ്രോസ്പെറസ് റെസിലിയന്റ് ഓപ്പൺ ബിംസ്റ്റെക് എന്നുള്ളതാണ് ഇതിന്റെ ടാഗ് ലൈൻ അല്ലെങ്കിൽ തീം ആയിട്ടുള്ളത്. ഇപ്പൊ 5th ബിംസ്റ്റെക് ഡിക്ലറേഷൻ ഇതിൽ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ മാരിടൈം ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട കോപ്പറേഷനിൽ ഡിസ്കഷൻ നടക്കും എന്നാണ് കരുതായിട്ടുള്ളത്. ഇപ്പൊ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള മുഹമ്മദ് യൂനിസ് തമ്മിൽ മീറ്റിംഗ് നടക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അഭ്യൂഹങ്ങളാണ് പടരുന്നതെന്നും കൂടി എടുത്തു. അപ്പൊ ഈ ഒരു ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറൽ ആൻഡ് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു റീജിയണൽ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ആണ്. പ്രധാനമായിട്ടും ബേ ഓഫ് ബംഗാൾ ന്റെ സമീപത്തുള്ളതാണ്. ഓർത്തുവെക്കുക, നേപ്പാൾ ബേ ഓഫ് ബംഗാൾ പ്രദേശത്തല്ലെങ്കിലും ഭൂട്ടാൻ ബേ ഓഫ് ബംഗാൾ പ്രദേശത്തല്ലെങ്കിലും ഇത് രണ്ടും ഇതിൽ അംഗമായിട്ടുണ്ടെന്ന് ഓർത്തുവെക്കുക. 1997 ബാങ്കോക്ക് ഡിക്ലറേഷൻ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തുടക്കത്തിൽ 4 പേര് ബിസ്റ്റ് ഒക്കെ ആയിരുന്നു. ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ് ആയിരുന്നു. എക്കണോമിക് കോപ്പറേഷൻ എന്നായിരുന്നു ഇതിന്റെ പേരുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൂടുതൽ രാജ്യങ്ങൾ ജോയിൻ ചെയ്തു. മ്യാൻമാറിനെ 1997 ജോയിൻ ചെയ്തു. അതിനുശേഷം നേപ്പാളും ഭൂട്ടാനും 2004 ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും, നേപ്പാളും ഭൂട്ടാനും ബേ ഓഫ് ബംഗാൾ കടൽ തീരം ഇല്ലെങ്കിൽ പോലും ഈ ഒരു ബേ ഓഫ് ബംഗാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 2 പ്രദേശങ്ങളായതുകൊണ്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് ഓർത്തുക. നിലവിൽ 7 മെമ്പേഴ്സ് ആണുള്ളത്. 5 പേര് സൗത്ത് ഏഷ്യ എന്നാണ്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്കയുണ്ട്. 2 പേര് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുണ്ട്, മ്യാൻമാറും തായ്ലൻഡും ഓർത്തുക. ടോട്ടൽ 7 മെമ്പേഴ്സ് ആണുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഈ ഒരു ബിംസ്റ്റെക്കിന്റെ ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഒരു ബേ ഓഫ് ബംഗാളിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ ഈ 2 രാജ്യങ്ങൾ ബേ ഓഫ് ബംഗാളിന്റെ ഭാഗമായിട്ടുള്ളതല്ല, പക്ഷെ ഇതിലെ മെമ്പർ ആണ് എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ആണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം, ഹൈജീൻ, ഹെൽത്ത് കെയർ, റൂറൽ ഏരിയാസ് നൽകുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി പ്രത്യേകിച്ചും സംസ്ഥാനങ്ങൾ പബ്ലിക് ലൈബ്രറീസ് ഓരോ വില്ലേജുകളും സെറ്റപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പെറ്റീഷൻ ഹിയർ ചെയ്തതെന്ന്. അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഹൈജീൻ, ശുചിത്വം എന്ന് പറയുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഹെൽത്ത് കെയർ എന്ന് പറയുന്നതും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ലൈബ്രറിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് പറഞ്ഞുകൊണ്ട് റൂറൽ മേഖലയുടെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളുടെ ഡെവലപ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളുടെ ഹൈജീനിൽ നിന്ന് അവിടുത്തെ എഡ്യൂക്കേഷനിൽ നിന്ന് ഹെൽത്ത് കെയറിൽ നിന്ന് പിറകോട്ട് പോകാൻ സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ ബജറ്റിന്റെ 10 മുതൽ 15% റൂറൽ ഫെസിലിറ്റീസ് ആയിട്ടുള്ള വാട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ എന്നിവ നൽകുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ലൈബ്രറീസ് നോളജും ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ അർജന്റ് ആണ് ശുദ്ധമായിട്ടുള്ള വെള്ളം, ശുദ്ധമായിട്ടുള്ള ബെറ്റർ ആരോഗ്യ ഫെസിലിറ്റീസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലൈബ്രറീസ് വേണോ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ വേണോ എന്നുള്ളത് ഗവൺമെന്റിനും പോളിസി മേക്കേഴ്സിനും തമ്മിലുള്ള ഒരു ചോയ്സ് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റുകൾ പ്രത്യേകിച്ചും ഈ ലൈബ്രറീസും മറ്റുമൊക്കെ CSR വഴി നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു പെറ്റീഷനാണ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഒബ്സർവേഷൻ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത നമ്മുടെ രാജ്യത്തുള്ള എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ വേഴ്സൺ ചെയ്യുന്ന സമയത്തും അതേസമയത്ത് നമ്മുടെ രാജ്യത്തെ പൊല്യൂഷൻ ലെവൽ വർദ്ധിക്കുന്നതിനുമൊക്കെ ഇത്തരത്തിലുള്ള എയറോസോളുകൾ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റാപ്പിഡ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ നമ്മൾ കുറക്കുന്നില്ല, അതേസമയത്ത് എയറോസോളുകളുടെ റിഡക്ഷൻ നമ്മൾ കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് പെട്ടെന്നുള്ള ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാനും എക്സ്ട്രീം ഹീറ്റ് ഉണ്ടാവുന്നതിനും കാരണമാകാം എന്നുള്ളതാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അതായത് 20th സെഞ്ച്വറിയിൽ ഈവൻ ക്ലീൻ എയർ ഉള്ള പ്രദേശങ്ങളിൽ പോലും ഗ്രേറ്റർ വാർമിങ്
കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എയ്റോസോളുകൾ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത് വാർമിംഗ് റേറ്റ് വർദ്ധിക്കാൻ വേണ്ടി കാരണമാകാം എന്നാണ് പറയുന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ പ്രദേശത്തൊക്കെ അവിടെയൊക്കെ ക്ലൈമറ്റ് റിസ്കുകൾ വളരെ കൂടുതലാണ് എന്നുള്ളതും വളരെ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസ് ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസും എയ്റോസോളും ഇതിന്റെ ഒരു മെക്കാനിസം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ്. ഈ വാതകങ്ങളെ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സൂര്യപ്രകാശത്തെ ബ്ലോക്ക് ചെയ്ത് ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്ത് തന്നെ വെക്കും. അതേസമയത്ത് എയ്റോസോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷനെ സ്കാറ്റർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എയ്റോസോളുകൾ കൂളിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യും, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എയ്റോസോളുകൾ വാട്ടർ സൈക്കിൾ വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, റെയിൻഫോൾ പാറ്റേൺസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ലോങ് ലിവ്ഡ് ആണ്, ഒരേ കാലത്തേക്ക് നിലനിൽക്കുമെങ്കിൽ എയ്റോസോളുകൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള പീരീഡിലേക്ക് മാറ്റാണ്. അതുതന്നെ ക്ലൈമറ്റിക് ഇമ്പാക്റ്റ് ഇമ്മീഡിയറ്റ് ആണെന്ന് ഓർത്ത് വെക്കുന്നതിന്. അപ്പോൾ എയ്റോസോളുകൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വളരെ സ്ട്രോങ്ങർ ആയിട്ടാണ് എയ്റോസോളുകൾ കാണപ്പെടുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതിന്. അപ്പോൾ ഇന്ത്യയുടെ ക്ലൈമറ്റ് 1906 മുതൽ 2005 വരെ 0.5 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനമാണ് പറയുന്നതായിട്ടുള്ളത്. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ 2 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് ഉണ്ടാക്കുന്നുണ്ട്, എയ്റോസോളുകൾ 1.5 ഡിഗ്രി സെൽഷ്യസിന്റെ കൂളിംഗ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സൾഫേറ്റ് എയ്റോസോളുകൾ പ്രധാനമായിട്ട് കോൾ ബേസ്ഡ് തെർമൽ പ്ലാന്റുകളിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മുടെ എയ്റോസോൾ കോമ്പോസിഷൻ, രാജ്യം പുറത്തേക്ക് വിടുന്ന എയ്റോസോളിന്റെ 50 മുതൽ 60% ഈ ഒരു കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളിൽ നിന്നുള്ള എയ്റോസോളാണെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു പൊല്യൂഷൻ കുറക്കുക എന്ന് പറഞ്ഞ് നമ്മൾ എയ്റോസോളുകളെ കുറക്കുന്ന സമയത്ത് അത് മൺസൂൺ റെയിൻഫോളിനെയൊക്കെ ബാധിക്കുന്നുണ്ട്, അതുപോലെ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇപ്പൊ ചൈന അവർ എയ്റോസോൾ കട്ട് ചെയ്തപ്പോൾ അവിടെ ഹീറ്റ് വേവുകൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റുമൊക്കെ രൂപപ്പെട്ടതിനെ കുറിച്ചും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ എയ്റോസോൾ പൊല്യൂഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഡിസീസ് ഒക്കെ കാരണമാകുന്നതിനാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ എയ്റോസോൾ പൊല്യൂഷനെ കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എക്സ്ട്രീം ഹീറ്റിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടും കൂളിംഗ് ഇഫക്റ്റ് ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ എയ്റോസോളുകളെ കുറക്കുക എന്നുള്ളത് എയർ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയും കുറക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ക്ലൈമറ്റ് റിസ്കുകളെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പോളിസി ഇംപ്ലിക്കേഷൻ, കാരണം ലോങ് ടേം ആയിട്ടുള്ള അഡാപ്റ്റേഷൻ പോളിസീസ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നെറ്റ് സീറോ കാർബൺ എമിഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ല, ലോങ് ടേം ആയിട്ടുള്ള അഡാപ്റ്റേഷൻ പോളിസീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡൽഹി, മുംബൈ, സൂറത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ വളരെയധികം വാർമിംഗ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. അവിടത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവരേണ്ടതായിട്ട്, ടാർഗറ്റഡ് ആയിട്ടുള്ള ലോങ് ടേം സ്ട്രാറ്റജീസ് കൊണ്ടുവരേണ്ടത്, റോബസ്റ്റ് ആയിട്ടുള്ള റെസിലിയൻസ് ആയിട്ടുള്ള പ്ലാനുകൾ കൊണ്ടുവന്ന് ഹീറ്റ് പ്രോൺ അർബൻ ഏരിയസിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എയ്റോസോളുകളെ കുറക്കുന്നതിന്റെ കൂടെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെയും കുറക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ എയ്റോസോളുകൾ മിനിമം എയ്റോസോളുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ, സോ ദാറ്റ് അവിടുത്തെ ഹെൽത്തും അവിടുത്തെ വാർമിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രയാന്റെ ശാസ്ത എന്ന് പറയുന്ന ഭാഗം ഇൻസ്ട്രുമെന്റ് മൂണിന്റെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ശാസ്ത എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വിക്രം ലാൻഡർ ചന്ദ്രയാൻ 3യുടെ വിക്രം ലാൻഡർ 2023 ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ശാസ്ത എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ചന്ദ്രനിലെ ടെമ്പറേച്ചർ, സൗത്ത് പോളിനടുത്തുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ചന്ദ്രനിൽ പോയിട്ട് അവിടെ ഇൻസൈറ്റീവ് ആയിട്ട് അവിടെ നേരിട്ട് ചന്ദ്രനിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് ആണ് ശാസ്ത എന്ന് ഓർത്തുവെക്കുന്നത്. 10 ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉൾപ്പെട്ടുള്ള 1 സെന്റിമീറ്റർ ദൂരത്തിൽ റിപ്ലേസ് ചെയ്തിട്ടുള്ള 10 ടെമ്പറേച്ചർ സെൻസർ ഉൾപ്പെട്ടുള്ള റൊട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെന്റ് മെക്കാനിസം ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ശാസ്ത എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബിനെ സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യും, 10 സെന്റിമീറ്റർ ഡെപ്തിലേക്ക് പോയിട്ട് ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ശാസ്ത വാട്ടർ ഐസ് ഈസ് മോർ കോമൺ ഇൻ മൂൺ എന്നുള്ള ഡാറ്റ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തുവെക്കുന്നത് തന്നെ. പ്രീവിയസ്ലി 2014 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഫില ലാൻഡർ കോമറ്റ് 67P ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ പ്രോബുകൾ മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുകൂടി ഓർത്തുവെക്കുന്നത്. നാസയുടെ ഇൻസൈറ്റ് ലാൻഡർ മാർസിൽ ടെമ്പറേച്ചർ പ്രോബ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് മാർഷ്യൻ സോയിലിൽ പെനിട്രേറ്റ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു, അതും ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ശാസ്ത്ര സക്സീഡ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു റൊട്ടേറ്റീവ് മെക്കാനിസം ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക, കാരണം മറ്റതിലൊക്കെ ഹാമറിംഗ് മെക്കാനിസം ആണ് ഉപയോഗിച്ചത്, ഇതിൽ റൊട്ടേറ്റിംഗ് മെക്കാനിസം ആണ് എഫക്റ്റീവ് ആയിട്ട്
അപ്ലിക്കബിൾ ആയി മാറിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊന്ന് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള റെസിപ്രോക്കൽ താരിഫ് മെക്കാനിസം. ഇതെങ്ങനെയാണ് ലോകത്തെ ബാധിക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എഫേർട്ടുകളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ ആണ് വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തത് ആന്റി ഡിഫെക്ഷൻ കേസിൽ നമുക്കറിയാം സ്പീക്കർ ആണ് പരമാധികാരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകസഭയിലാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണ് രാജ്യസഭാ ചെയർമാൻ, നിയമസഭയിലാണ് നിയമസഭാ സ്പീക്കറാണ് തീരുമാനങ്ങൾ എടുക്കാൻ പരമാധികാരി. പക്ഷെ ടൈം ലിമിറ്റ് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഡിസിസീവ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ വാദം നടക്കുന്നത്ര എന്തായാലും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വരുമ്പോൾ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.